morning devotion. I'm forever yours. Praise God. Hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് കർത്താവ് പറഞ്ഞ അനേക ഉപമകൾ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഉപമകളിൽ ഒന്നാണ് മുടിയനായ പുത്രന്റെ ഉപമ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മനോഹരമായ ഒരു ഉപമയാണ് വിത്തുകൾ വിതയ്ക്കാൻ പോയ വിതക്കാരന്റെ ഉപമ. അവിടെ 4 സ്ഥലത്താണ് വിത്തുകൾ വീണത്. 1 വഴിയരികിൽ, 2 പാറപ്പുറത്ത്, 3 മുള്ളിനിടയിൽ, 4 നല്ല നിലത്ത്. അതിൽ രണ്ടാമത് വീണ സ്ഥലത്തെ കുറിച്ച് പറയുന്നത് പാറപ്പുറത്ത്. അത് വേരില്ലാകിയാൽ, അത് മണ്ണിനാഴമില്ലാകിൽ വേഗത്തിൽ മുളച്ചു വന്നു. പക്ഷെ വേരില്ലാകിയാൽ സൂര്യന്റെ ചൂട് തട്ടിയപ്പോൾ അത് ഉണങ്ങിപ്പോയി. അപ്പൊ ഈ ഹൃദയകാഠിന്യം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കും. അല്ല, പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ അനേക നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെയും പ്രാർത്ഥിച്ച വിഷയത്തിന് വേണ്ട പോലെ നീക്കുപോക്കില്ലാതെ വരുമ്പോൾ ചിലരുടെ ഹൃദയം പ്രാർത്ഥനയിൽ മടുത്തു പോകാറുണ്ട്. ആത്മീയ ജീവിതം അവർക്ക് മടുത്തു പോകാറുണ്ട്. അപ്പൊ അവരുടെ ജീവിത അനുഭവങ്ങൾ, അവര് കഴിഞ്ഞ നാളുകളിൽ കേട്ട ചില വാക്കുകൾ, ശാപത്തിന്റെ വാക്കുകൾ, അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെല്ലാം കല്ലുപോലെ ഉറച്ചിരിക്കുക, വേരിറങ്ങാൻ കഴിയാതെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, വചനത്തിൽ വിശ്വസിക്കുക, ദൈവവചനത്തിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ആ കല്ല് പൊട്ടിച്ച് ആ വചനം ആഴത്തിലേക്ക് ഇറങ്ങട്ടെ, അത്ഭുതം നടക്കും. അപ്പോൾ സൂര്യന്റെ ചൂട് തട്ടിയാറെ അത് ഉണങ്ങിപ്പോയി. സൂര്യന്റെ ചൂടെന്ന് പറയുന്നത് ഒരു സസ്യം വളരാൻ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് സൂര്യന്റെ പ്രകാശം. പക്ഷെ പ്രയോജനം ഉണ്ടാകേണ്ട കാര്യം തന്നെ വേരില്ലായാൽ പ്രയോജനമില്ലാതെ. നമുക്ക് പ്രാർത്ഥന നമുക്ക് പ്രയോജനമുള്ളതാണ്. ബൈബിൾ വചന പഠനവും ധ്യാനവും എല്ലാം നമുക്ക് പ്രയോജനമുള്ളതാണ്. ഉപവാസം നമുക്ക് പ്രയോജനമുള്ളതാണ്. പക്ഷേ വിശ്വാസം എന്ന വേര്, വചനത്തിൽ വിശ്വാസം എന്ന വേരില്ലാത്തതുകൊണ്ട്, വേരുണങ്ങാത്തതുകൊണ്ട് പലപ്പോഴും അത് പ്രയോജനമില്ലാതെ. പക്ഷെ പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ അവിശ്വാസത്തെ നുടച്ച്, ഹൃദയകാഠിന്യത്തെ നുടച്ച്, നിങ്ങൾ ഇതുവരെ കേട്ട നെഗറ്റീവ് വാക്കുകൾ, മറ്റുള്ളവർ പറഞ്ഞ നെഗറ്റീവ് വാക്കുകൾ, നിങ്ങളുടെ അകത്ത് പാറ പോലെ ഉറച്ചിരിക്കുന്ന പല അനുഭവങ്ങൾ, തോൽവികൾ, നിരാശകൾ, കഴിഞ്ഞ കാലത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ദൈവവചനത്തിന് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, വചനത്തെ സ്വീകരിക്കാനും വിശ്വസിക്കാനും തയ്യാറെങ്കിൽ നിങ്ങളുടെ ജീവിതം, ഹല്ലേലൂയ, നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ചിന്തിച്ചതിനേക്കാളും ഏറ്റവും അനുഗ്രഹകരമായി ആക്കി തീർക്കുവാൻ കർത്താവിന് കഴിയും. ഇന്നത്തെ പകൽക്കാലം കർത്താവിന്റെ വചനത്തിലും, ഹല്ലേലൂയ, അവന്റെ സ്നേഹത്തിലും വിശ്വസിക്കാം. അത്ഭുതകരമായ അവൻ അനുഗ്രഹിക്കപ്പെട്ടതും വിജയകരമായ ദിവസം കർത്താവ് നിങ്ങൾക്ക് നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you. Amen.